ഹെൽമെറ്റ് വെച്ച് കെട്ടും പാട്ടൊക്കെ എടുത്ത് എങ്ങോട്ടാണ് ഇറങ്ങി പോകുന്നതെന്നല്ലേ, യുദ്ധത്തിന് പോകുന്നൊരു ഫീൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ചോറ് കഴിക്കാൻ പോവാണ് ഗൈസ്. ചോറ് 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 എന്നുള്ള ഒരൊറ്റ വിചാരം മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. കുറച്ച് ദിവസങ്ങളായിട്ട് ചോറിനോട് ഭയങ്കര ആരാധനയായി. ചോറും ഇച്ചിരി മീൻചാറും ഇത്തിരി നമ്മുടെ മീൻ വറുത്തതും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ കുറേ കടകൾ കയറി ഇറങ്ങി നോക്കി ചോറ് കിട്ടാതെ വന്നപ്പോൾ അവസാനം ഞാൻ ഈ ഒരു കടയിൽ എത്തിയിട്ടുണ്ട്. നല്ല ആംബിയൻസ് ആയിട്ട് അവിടെ നിറയെ ചെടികളും മരങ്ങളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഷെഡ് പോലെയൊക്കെ കെട്ടിയിട്ട് അവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അവിടെ കയറി ഇരുന്നിട്ടുണ്ട്. എന്നിട്ടൊരു ഊണും ഒരു മീൻ വറുത്തതും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മീൻ വറുത്തതാവാനായിട്ട് കുറച്ച് ടൈം എടുത്തതുകൊണ്ട് കുറച്ച് നേരം പോസ്റ്റായിട്ട് ഇരുന്നിട്ടാണ് ചോറ് വന്നത്. പക്ഷെ ചോറ് വന്നപ്പോൾ തന്നെ ഞാൻ കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റഡ് ആയി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തിരി കിച്ചടിയും പച്ചടിയും അവിയലും ഒക്കെ കൂട്ടി കഴിക്കാൻ വന്ന ഞാൻ കാണുന്നത് ചോറിൻ്റെ കൂടെ അച്ചാറ്, പിന്നെ വെണ്ടയ്ക്ക വെച്ചിട്ട് എന്തോ ഒരു തോരൻ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വെണ്ടയ്ക്ക വെച്ചിട്ട് തോരൻ, പിന്നെ ബീൻസ് വെച്ചിട്ടൊരു കറി, പരിപ്പ് കറി, പപ്പടം. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള മീലാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ സങ്കടപ്പെട്ടിരുന്നപ്പോൾ മീൻ വറുത്തത് വന്നു. അയല വറുത്തത് വന്നത് കണ്ടപ്പോഴത്തേന് ഞാൻ ഹാപ്പി ആയി കേട്ടോ. കാരണം മീൻ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നി. പിന്നെ സാമ്പാർ വന്നിട്ടുണ്ടായിരുന്നു, മീൻചാറ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് സാമ്പാർ എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. എനിക്ക് അങ്ങോട്ട് ഓക്കെ അല്ല, എന്നാലും ഞാൻ പിന്നെ സാമ്പാർ തന്നെ എടുത്തിട്ട് കഴിക്കുകയാണ് ചെയ്തത്. പക്ഷെ ആ മീൻ വറുത്തതുണ്ടല്ലോ അത് തന്നെ ഫ്ലാറ്റ് ആക്കി ഗൈസ്. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളകൊക്കെ അരച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു മീൻ വറുത്തതായിരുന്നു, അയല വറുത്തത്. അപ്പോൾ നല്ല എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല കിടിലൻ മീൻ വറുത്തതായിരുന്നു. അപ്പോൾ അതും കൂട്ടി ഞാൻ പകുതി ചോറ് കഴിച്ചേട്ടാ, ആ മീൻ വറുത്തത് മാത്രം കൂട്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് ശംഖുമുഖത്തോട്ടാണ്. കുറച്ച് നേരം പോയി ബീച്ചിൽ കളിക്കാനോ വെള്ളത്തിലിറങ്ങാനോ ഉള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു. അവിടെ ചെന്ന് ആ ഒരു തണുപ്പിലും ആംബിയൻസിലും ചെന്ന് ഇരിക്കണമെന്ന് തോന്നി. എന്നിട്ട് നമ്മുടെ ആ ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് നമ്മുടെ ഇതുണ്ടല്ലോ, എന്താണ് പൈനാപ്പിൾ, മുളകൊക്കെ ഇട്ട പൈനാപ്പിൾ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ പച്ചമാങ്ങ എല്ലാം കുറച്ച് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാങ്ങയും മുളകൊക്കെ ഇട്ടത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഇങ്ങനെ കടലൊക്കെ കണ്ട് നല്ല റിലാക്സ് ആയിട്ടൊക്കെ ഇരുന്നിട്ട് പിന്നെ തിരിക്കുകയാണ് ചെയ്തത്. തിരിച്ചു വന്നപ്പോഴത്തേനും ഞാനൊരു ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാ. ഈ ചേട്ടൻ കമന്നും കുഴിഞ്ഞും ഒക്കെ കിടന്നെടുക്കുന്ന എനിക്ക് വേണ്ടിയിട്ടുള്ള ഐസ്ക്രീമാണ്. എനിക്ക് സ്ട്രോബെറിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലെന്നുണ്ടെങ്കിലും ഞാൻ വാങ്ങിച്ച് കഴിച്ചു.